റിട്ടയർ ആയിട്ടുള്ള പല ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റിനായിട്ട് ലഭിച്ചിട്ടുള്ള പണം അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ ജോലി എടുത്തതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ആ പർപ്പസ് അവര് നഷ്ടപ്പെടുത്തി കളയുകയും അവരുടെ റിട്ടയർമെന്റ് ദുരിതപൂർണ്ണമാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ആളുകൾ നമ്മൾ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അത്തരം തെറ്റുകളിൽ വീണ്ടും വീഴാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാമെന്നുള്ളതിന്റെ ഡയറക്ഷനുകളൊന്നും ഞാൻ കൊടുക്കാറുണ്ട്. അത്തരം ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ. പ്രധാനമായിട്ടും 8 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ റിട്ടയർമെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആളുകൾ അവരുടെ പണം നഷ്ടപ്പെടുത്തുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. 8 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെയധികം തുക വീടുണ്ടാക്കുന്നതിനായിട്ടും മക്കളുടെയും അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെയും ഒക്കെ വിവാഹ ആവശ്യത്തിനായിട്ടും ഒക്കെ ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള ആ ഒരു റിട്ടയർമെന്റ് കോർപ്പസ്, അല്ലെങ്കിൽ ജോലി സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റിട്ടയർമെന്റ് കോർപ്പസ് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വേണം പ്രധാനമായിട്ട് ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് മറ്റു വിവാഹ സൽക്കാരങ്ങൾക്കായിട്ടോ ചെലവഴിക്കുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പേരുകളും സ്ഥലങ്ങളും കൃത്യമായിട്ടുള്ള ആളുകളുടെ അല്ല എന്നുണ്ടെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. കോട്ടയത്ത് നിന്നുള്ള മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 1 കോടിയിലധികം രൂപ, അതിന്റെ ഒരു 75% വീടുണ്ടാക്കാനും ഒരു മകന്റെ വിവാഹം നടത്തുന്നതിനായിട്ട് ചെലവഴിച്ചു എന്നുള്ളതാണ്. ആ പൈസ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കരുതി വെച്ചിട്ടുള്ള പണമായിരുന്നെങ്കിലും ഇത് വീടുണ്ടാക്കാനും വിവാഹത്തിനും ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള പണം കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന്റെ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഈ അടുത്ത് വന്നിട്ടുള്ള 2-3 പ്രശ്നങ്ങൾ ഓൺലൈൻ സ്കാമുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓൺലൈൻ സ്കാമിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് നിങ്ങളുടെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജുകളായിട്ട് ഒരു ലിങ്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ OTP ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞ് കോളുകൾ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണിന്റെ ആക്സസ് മേടിച്ച് നിങ്ങളെ ചീറ്റ് ചെയ്യുക, പാഴ്സൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളുകൾ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ മകനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ള പറഞ്ഞപ്പോൾ കോളുകൾ വരിക. ഈ അടുത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു റിട്ടയർ ആയിട്ടുള്ള വൈദികനെ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ആളുകൾ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ കൂടുതൽ ഇത്തരം സ്കാമുകളും റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെടാത്ത ഒരു സർവീസ് നമുക്ക് തരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ ഒരു കാര്യം നടത്തണമെന്നോ പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളെ എന്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ധാരാളം പണം റിട്ടയർ ആയിട്ടുള്ള ആളുകൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരം. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മൾ വിളിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ പ്രമാദമായിട്ടുള്ള ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ബാങ്കിൽ വളരെയധികം തുക നിക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ റിട്ടയർമെന്റ് കോർപ്പസ് ഓൾമോസ്റ്റ് എല്ലാം അവിടെയാണ് നിക്ഷേപിച്ചത്. അതായത് അദ്ദേഹം ഒരു റിട്ടയർ അധ്യാപകനാണ്. ആ ആൾക്ക് കിട്ടിയിട്ടുള്ള റിട്ടയർമെന്റ് കോർപ്പസിന്റെ ഒരു 90%, 95% എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും എമൗണ്ട് ഈ പറഞ്ഞ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് വളരെയധികം പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് പോയിപ്പെടേണ്ടി വന്നു. കാരണം എന്താ, ആവശ്യമുള്ള സമയത്ത് നമുക്ക് പൈസ കിട്ടുന്നില്ല. ഒരു ദിവസം 10,000 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു, അതും വളരെ വലിയ ക്യൂ ഒക്കെ നിന്നിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ കുറെ കൂടെ സോൾവ് ആയി വരുന്നുണ്ട്. എങ്കിലും നമ്മളുടെ കയ്യിലുള്ള പണം മൊത്തമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതാണ്. ഇപ്പൊ 1 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിന്റെ 90 ലക്ഷവും അവിടെ കൊണ്ടിട്ടതിന് പകരമായിട്ട് ഒരു 25 ലക്ഷം വെച്ച് 4 സ്ഥലത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അതാണ് പറയുന്നത്, ഈ കോൺസെൻട്രേഷൻ റിസ്ക് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ റിസ്ക് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ഉണ്ടാവരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചത് ഈ ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം വീഡിയോകൾ ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ്. ഇതുപോലെ ഈ ഹൈറിച്ച് പോലുള്ള മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ, അതുപോലെ ചില നിധി കമ്പനികൾ, തട്ടിപ്പിനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിധി കമ്പനികൾ, പല മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ ഒക്കെ ധാരാളം വലിയ തുക ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വലിയ ലാഭം ഓഫർ ചെയ്തുകൊണ്ട് ആളുകളുടെ നിന്ന് പണം വാങ്ങാനായിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ടാർഗറ്റ് ആരാണ്? റിട്ടയർ ആയിട്ടുള്ള ആളുകളാണ്. അതായത് സമൂഹത്തിൽ അത്യാവശ്യം നല്ല ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞാൽ വലിയ തുക കിട്ടുമെന്നും അത് എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് ജീവിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന
വളരെയധികം ആളുകളുള്ള ഒരു നാടാണ് കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പൈസ നമ്മൾ കൊടുത്താലും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒരു പരിധിയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതൊരു തട്ടിപ്പായി മാറാനാണ് സാധ്യത. ഇപ്പൊ ഈ ഹൈറിച്ചിന്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 52% ഒക്കെയാണ് അവർ ലാഭം പറഞ്ഞുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ കൂപ്പൺ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 55 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുകയും പൈസ മൊത്തം ബ്ലോക്ക് ആവുകയും ചെയ്ത ആയിരക്കണക്കിന് റിട്ടയർ ആയിട്ടുള്ള ആളുകളുണ്ട് ഈ ഹൈറിച്ച് പോലുള്ള തട്ടിപ്പുകളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ മാത്രമായിട്ടല്ല പറയുന്നത്. അത്തരം കള്ളനാണയങ്ങൾ നിധി കമ്പനികളിലുണ്ട്, അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളിലുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, സഹകരണ ബാങ്ക് സംവിധാനങ്ങളിൽ പലരും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടാൻ അർഹതയുള്ളതിനേക്കാൾ കൂടിയ ഒരു ലാഭം തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയ ദൃഷ്ടിയോട് കൂടി മാത്രം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ പൈസ നമ്മൾ പ്രത്യേകിച്ച് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയമില്ല, അല്ലെ? അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പൈസ പ്രിസർവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതാവസാനം വരെ അത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വേണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ കിട്ടുന്ന പണം ഇരട്ടിപ്പിക്കുകയോ 3 ഇരട്ടിയാക്കുകയോ ചെയ്യുക എന്നുള്ളത് റിട്ടയർ ആളുകൾ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലെ വലിയ ഒരു സെക്രട്ടറി കേഡറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കണ്ടെത്തനം എന്താണെന്ന് വെച്ചാൽ മകനെ വലിയ നിലയിൽ പഠിപ്പിക്കാനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. 1 കോടി രൂപയോളം ഒക്കെ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ 1 കോടി രൂപയുടെ എഡ്യൂക്കേഷൻ ലോൺ ആർക്ക് വേണ്ടി എടുത്തത്? മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എടുത്തത്. ആ മകന്റെ വിദ്യാഭ്യാസ ലോൺ അടച്ചു തീർക്കേണ്ട ബാധ്യത ആരുടെയാണ്? പ്രധാനമായിട്ടും മകനെയാണ്. മകനെ സാധിക്കില്ല അല്ലെങ്കിൽ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ജോലി മാത്രമേ ഫാദറിന് ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെ? പക്ഷെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ 1 കോടി രൂപയുടെ ലോൺ മൊത്തവും ഇദ്ദേഹം റിട്ടയർ ആയപ്പോൾ കിട്ടിയ കോർപ്പസിൽ നിന്ന് അടച്ചു തീർത്തു. ബെസ്റ്റായില്ലേ? ഇനി നാളെ ഈ മകന് മറ്റുള്ള ആവശ്യങ്ങൾ, മകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാരന്റ്സിന് കിട്ടേണ്ട ആ ബെനിഫിറ്റ്സ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പോ ഒരിക്കലും നമ്മള് മക്കളുടെ വിദ്യാഭ്യാസ ലോൺ സ്വന്തമായിട്ട് റിട്ടയർമെന്റ് കോർപ്പസിൽ നിന്ന് പ്രത്യേകിച്ചും അടച്ച് തീർക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ലോൺ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോൺ എടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നതെന്നും ആ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന ബെനിഫിറ്റിൽ നിന്നുമാണ് ഈ ലോൺ തിരിച്ചടക്കേണ്ടതെന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റിട്ടയർമെന്റ് കോർപ്പസ് ഇങ്ങനെ ലോൺ അടച്ചു തീർക്കുന്നതിനായിട്ട് നഷ്ടപ്പെടുത്തി കളയേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ഭാവിയെ കൃത്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ശ്രദ്ധിക്കും. നമ്മളിൽ ചില റിട്ടയർ ആയിട്ടുള്ള ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് വലിയ തുകകളും വലിയ സമ്മാനങ്ങളും ഒക്കെ, വലിയ അസറ്റുകളും ഒക്കെ പ്രായപൂർത്തിയായ മക്കൾക്ക് മുൻകൂട്ടി കൈമാറുക എന്നുള്ളത്. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ അസറ്റുകളോ ഒക്കെ കൈമാറുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ജീവിതകാലം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസും നിങ്ങളുടെ അസറ്റുകളും നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ അസറ്റിന്റെയോ അല്ലെങ്കിൽ ഈ എമൗണ്ടിന്റെയോ ഒക്കെ ഒരു ട്രാൻസ്ഫർ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പാരന്റ്സിനെ ഒരു 2ാം കിട പൗരന്മാർ എന്നുള്ള രീതിയിൽ ഗവനിക്കുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ അടുത്ത് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ഒരു ആളാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം കുറെ കാലമായിട്ട് ഗൾഫിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ്. വളരെ കഷ്ടപ്പെട്ട് വളരെ മോശം സാഹചര്യത്തിൽ നിന്ന് അത്യാവശ്യം അപ്പർ മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അസറ്റിന്റെ ഒരു 1/4 ഭാഗവും 3 മക്കൾക്കും വീതിച്ചു കൊടുത്തു. ഇനി അദ്ദേഹത്തിന് ഇപ്പൊ ഒരു 63 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ അദ്ദേഹം ഒരു അരിഷ്ഠിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ അസറ്റുകൾ ഒരു പരിധി വരെ മാനേജ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉറപ്പാക്കി കൊടുക്കാൻ നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നാട്ടില് ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ അയൽക്കാര് ഒക്കെയാണ്. ആ റിട്ടയർമെന്റ് കോർപ്പസ് വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പോ ഒരു കറിയാച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ റിട്ടയർ ആവുന്നുണ്ടെന്ന് ഇല്ല. അപ്പൊ ഈ കറിയാച്ചേട്ടന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും കുടുംബക്കാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കറിയാച്ചേട്ടന്റെ അയൽവാസികളും ഒക്കെ ഈ കറിയാച്ചേട്ടന് ഒരു 50 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് റിട്ടയർ ആകുമ്പോൾ. ആ പൈസ ഉപയോഗിച്ച് എങ്ങനെ ഒരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ പണം മേടിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നടത്താമെന്ന് കരുതുന്ന ധാരാളം ആളുകളുള്ള നാടാണ് നമ്മളുടെ കേരളം. അപ്പോ മറ്റുള്ള ആളുകളുടെ പണം കണ്ടുകൊണ്ട്
ബിസിനസ് നടത്താനും കാര്യങ്ങൾ നടത്താനും ഒക്കെ തയ്യാറായിട്ടുള്ള ആളുകളുള്ള നാട്ടിൽ അങ്ങനെയുള്ള കുരുക്കുകളിൽ ചെന്ന് വീഴാതെ ഇരിക്കേണ്ട ബാധ്യത നമ്മളുടെയാണ്. നമ്മുടെ പണം നമുക്ക് റിട്ടയർമെന്റ് കോർപ്പസ് എന്നുള്ള രീതിയിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുകയോ നമുക്ക് ലഭിക്കുകയോ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ആവശ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാവണം. അല്ലാതെ മറ്റൊരാളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയും ലാഭം ഉണ്ടാക്കി വർദ്ധിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അടുത്തൊരു കാര്യം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ കോമൺ ആയിട്ട് ഒരു 3-4 വർഷം മുൻപ് വരെയൊക്കെ കണ്ടിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, റിയൽ എസ്റ്റേറ്റുകൾ ധാരാളം വാങ്ങിക്കൂട്ടുക. പണം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം സ്ഥലങ്ങൾ വാങ്ങിയിടുക എന്നുള്ളതായിരുന്നു. ആ റിയൽ എസ്റ്റേറ്റ് ബൂം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് വഴി ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്യാവശ്യം ഒരു ഡള്ളായിട്ടുള്ള ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങി മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് റെന്റ് മേടിച്ച് ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്ന ചിന്ത ഒഴിവാക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റിട്ടയർമെന്റ് കോർപ്പസ് വലിയൊരു റിയൽ എസ്റ്റേറ്റ് അസറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ലോക്ക് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന 8 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒന്നാമത്തേത് റിയൽ എസ്റ്റേറ്റുകളിലുള്ള അമിതമായിട്ടുള്ള എക്സ്പോഷർ ആണ്. രണ്ടാമത്തേത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ബിസിനസ് ചെയ്യാനായിട്ട് പൈസ കടന്നു കൊടുക്കുന്ന പ്രശ്നമാണ്. മൂന്നാമത്തേത് പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾക്ക് ഗിഫ്റ്റ് രീതിയിൽ കൊടുക്കുന്നതാണ്. നാലാമത്തേത് എഡ്യൂക്കേഷൻ ലോണുകൾ തീർക്കുന്നതിനായിട്ട് നമ്മുടെ റിട്ടയർമെന്റ് കോർപ്പസ് ഉപയോഗിക്കുന്നതാണ്. അഞ്ചാമത്തേത് വലിയ ലാഭത്തിനായിട്ട് യാതൊരുവിധ റെഗുലേഷനും ഇല്ലാത്ത സ്ഥാപനങ്ങളെയോ സംവിധാനങ്ങളെയോ പൈസ ഏൽപ്പിക്കുന്നതാണ്. ആറാമത്തേത് ഒരേ സ്ഥലത്ത് തന്നെ പണം പൂർണ്ണമായിട്ടും നിക്ഷേപിക്കുന്നതാണ്. ഏഴാമത്തേത് മാരേജിനും ഹൗസ് ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് വളരെ വലിയ തുക നിക്ഷേപിക്കുന്നതാണ്. എട്ടാമത്തേത് സ്കാമുകളിൽ പെട്ടുകൊണ്ട് നമ്മൾ പൈസ അന്യാധീനപ്പെടുത്തി കളയുന്നതാണ്. ഈ 8 കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ഇനി ഇതല്ല, ഇനിയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പെടാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ആളുകളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വരുന്നു. നിങ്ങളുടെ റിട്ടയർ ആയിട്ടുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.